നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ പുതിയ വകഭേദം XFG വ്യാപിക്കുന്നു. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജിയോ സണ്ണി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മാറുന്ന ലോകവും കേരളവും എന്ന വിഷയത്തിൽ റീജിയണൽ തിയേറ്ററിൽ EMS സ്മൃതി ദേശീയ സെമിനാർ ജൂൺ 13-14 തീയതികളിൽ നടത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്തിന്റെ 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. മൂർക്കനിക്കര കൃഷിഭവനിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, കൃഷി ഓഫീസർ അനില, കൃഷി അസിസ്റ്റന്റ് അനു എന്നിവർ സംസാരിച്ചു. വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലും പച്ചക്കറി കൃഷി നടത്തുന്നതിനായി വിവിധ JLG ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും ചെണ്ടുമല്ലി, പയർ, മുളക്, തക്കാളി, വെണ്ട എന്നിവയുടെ തൈകളാണ് വിതരണം ചെയ്തത്. കോവിഡിന്റെ പുതിയ വകഭേദം വ്യാപിക്കുന്നു. XFC 163 പേർക്ക് സ്ഥിരീകരിച്ചു. രാജ്യത്തെ 163 പേരെ ബാധിച്ചത് XFG ആണെന്ന് കണ്ടെത്തി. അതേസമയം രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 7000-ലേക്ക് കടക്കുകയാണ്. കേരളത്തിലാണ് കൂടുതൽ രോഗികളുള്ളത്. ഗുജറാത്ത്, കർണാടക, ബംഗാൾ, ഡൽഹി എന്നിവിടങ്ങളിലും പ്രതിദിന രോഗികൾ കൂടുതലാണ്. തൃശൂർ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകനായ ജിയോ സണ്ണി അനുസ്മരണവും ഹ്രസ്വചിത്ര പുരസ്കാര വിതരണവും നടന്നു. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന പുരസ്കാര വിതരണം ഗ്രാമി അവാർഡ് ജേതാവ് മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജിയോ സണ്ണി സ്മാരക ഹ്രസ്വചിത്ര മത്സരവും പുരസ്കാരവും കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മനോജ് ജോർജ് പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങളിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. എല്ലാ കലാകാരന്മാർക്കും സിനിമയിൽ എത്തിച്ചേരാനാകില്ല. സിനിമയ്ക്ക് പുറത്തുള്ള കലാകാരന്മാർക്കും വളരണം. അതിനാൽ അവരെ സർക്കാർ അംഗീകരിക്കണം. ഈ സാഹചര്യത്തിലാണ് തൃശൂർ പ്രസ് ക്ലബ് നൽകുന്ന ജിയോ സണ്ണി സ്മാരക ഹ്രസ്വചിത്ര പുരസ്കാരത്തിന്റെ പ്രസക്തിയെന്നും മനോജ് ജോർജ് പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രഞ്ജിത് ബാലൻ, ജിയോ സണ്ണിയുടെ ഭാര്യ അനു ജിയോ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജെബിൻ ജോസഫ് ജിയോ സണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് ഭാരവാഹികളായ സതീഷ് കുമാർ, ജിജോ ജോൺ എന്നിവരും സംസാരിച്ചു. 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ ഹ്രസ്വചിത്രങ്ങളുടെ സംവിധായകർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സുധീഷ് ശിവശങ്കർ, ഹേന ചന്ദ്രൻ, ഹരിദേവ് കൃഷ്ണൻ എന്നിവരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. നന്ദി പറയുകയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു അവാർഡ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അതിന് അവാർഡ് ലഭിച്ച എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ അനുമോദിക്കുകയാണ്. അതുപോലെ ഇങ്ങനത്തെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച പ്രസ് ക്ലബിനെയും ഞാൻ അനുമോദിക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് 2015 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കാണുവാനും എനിക്ക് ആദ്യത്തെ ഗ്രാമീയ അവാർഡിൻ്റെ ഭാഗമായപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ വിളിക്കുകയും കൺഗ്രാജുലേറ്റുകയും ചെയ്തു. കാണണമെന്ന് പറഞ്ഞ് ഞാൻ കാണാൻ പോയിരുന്നു. അപ്പോൾ ആരോ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു. ആ കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് മേഖലയാണ് സിനിമ. അപ്പൊ എല്ലാ കലാകാരന്മാർക്കും അല്ലെങ്കിൽ BKMU ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹങ്ങൾക്കെതിരെ ശക്തമായ താക്കീതുമായി കർഷക തൊഴിലാളികൾക്ക് വേണ്ടി സമഗ്ര നിയമനിർമ്മാണം നടത്തുക, സ്വകാര്യ മേഖലയിൽ SC, ST, OBC സംവരണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി.
BKMU ജില്ലാ പ്രസിഡന്റും നാട്ടിക MLAയുമായ CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. BKMU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PS ബാബു അധ്യക്ഷനായി. സെക്രട്ടറി MV ജോർജ് സ്വാഗതം ആശംസിച്ചു. AITUC മണ്ഡലം സെക്രട്ടറി KN രഘു, AITUC മണ്ഡലം പ്രസിഡന്റ് I സതീഷ് കുമാർ, മഹിളാ സംഘം സെക്രട്ടറി ലീന മജീദ്, AIYF മണ്ഡലം സെക്രട്ടറി GM അഖിൽ, അരവിന്ദ് കൃഷ്ണ, സിജോ പുറത്തൂർ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ സമരത്തിന് BKMU നേതാക്കളായ നികേഷ്, അമ്പിളി സുധീർ, ആസാദ്, ശാന്ത അപ്പു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി രാമദാസ് നന്ദി അറിയിച്ചു. പൊതു ഇടങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് വിദ്യാർത്ഥികൾ. സാക്ഷരതയിലും ഭൗതിക നേട്ടത്തിലും വളരെ മുന്നിലാണെങ്കിലും പരിസര ശുചിത്വത്തിലും പൊതു ഇടങ്ങൾ സംരക്ഷിക്കുന്നതിലും കേരളം ഏറെ പിന്നിലാണെന്നും അതിനാൽ പൊതു ഇടങ്ങൾ സംരക്ഷിക്കാൻ വിദ്യാർത്ഥി സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും മേജർ PJ സ്റ്റൈജു. സമൂഹ നന്മ ലക്ഷ്യം വെച്ച് പൊതുവിദ്യാലയങ്ങളിൽ നടന്നുവരുന്ന സെമിനാറിൽ പൊതു ഇട സംരക്ഷണം എന്ന വിഷയത്തെ അധികരിച്ച് തൈക്കാട് അപ്പുമാസ്റ്റർ മെമ്മോറിയൽ സ്കൂളിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും അധ്യാപകനുമായ PJ സ്റ്റൈജു. സ്കൂൾ പ്രധാന അധ്യാപിക ചിത്ര R നായർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അധ്യാപകൻ രഞ്ജിത്ത് ആൻഡ്രു അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ മുഹമ്മദ് അസീസ്, K ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. ഗുരുവായൂർ ഏകാദശിക്ക് മുന്നോടിയായി തൈക്കാട് VR അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ ഗുരുവായൂർ നഗരസഭയിലെ ദിശാ ബോർഡുകളും പരിസരവും വൃത്തിയാക്കിയത് മാതൃകയായിരുന്നു. കേഡറ്റുകളെ സെമിനാറിൽ അഭിനന്ദിച്ചു. സെമിനാറിനു ശേഷം പൊതു ഇടങ്ങൾ സംരക്ഷിക്കുമെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളായ ജ്യോതികൃഷ്ണ, ഗൗരി M, കാശിനാഥ്, ഇൻഷ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് യൂണിറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് അബ്ദുൾ അസീസ് അറിയിച്ചു. തൃശൂർ കോർപ്പറേഷന് മുൻപിൽ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി മെട്രോമാൻ E ശ്രീധരന്റെ പ്രോജക്ട് റിപ്പോർട്ട് കത്തിച്ചു. പ്രതിഷേധ യോഗം സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ ശിവദാസൻ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. AM സുരേഷ് ആശംസകൾ അറിയിച്ചു. ഡോക്ടർ PS ബാബു, ഡോക്ടർ M പ്രദീപ്, VS ഗിരീശൻ, സന്തോഷ് സെൻ ബാബു, കൃഷ്ണകുമാർ എന്നിവരും CR ഉണ്ണികൃഷ്ണൻ നന്ദിയും അറിയിച്ചു. പോകേണ്ടതുണ്ട്. അതിന്റെ ഇടയിലെല്ലാം ഈ എന്താ വെച്ചാൽ വലിയ ആഘാതം വന്നത്. ഇനിയിപ്പോ അടുത്തതുകൂടി പണിയാൻ പോവുകയാണ്. അവസ്ഥ കേരളമാകെ നശിച്ചു പോകുമ്പോഴേക്ക് കേരളം പാകിസ്ഥാൻ എങ്ങാനത്തും നാഷണൽ ഹൈവേ എല്ലായിടത്തും കേരളം മലയോര റോഡ് അതായത് പണം ഉണ്ടാക്കുന്ന പദ്ധതി കൊടുക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ E ശ്രീധരനെ കൊണ്ട് ബദൽ പദ്ധതി ഉണ്ടാക്കി പൂർത്തിയാകുകയാണ് മറ്റന്നാൾ അദ്ദേഹത്തിന്. ജൂൺ 12-ാം തീയതി E ശ്രീധരൻ എന്ന എഞ്ചിനീയർക്ക് കേരളത്തിലെ ആളുകൾ ബഹുമാനിച്ചിരുന്ന ആ മനുഷ്യന് 93 വയസ്സ് പൂർത്തിയാകും. അപ്പൊ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, 80-85 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യൻ അടങ്ങി വീട്ടിലിരിക്കണം. ഈ രാജ്യത്തിന്റെ വികസനത്തിന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് കരുതുകയും പുതിയ ഇങ്ങനെ താങ്കളെ കൊണ്ട് കളിപ്പിക്കാൻ താങ്കൾക്കുണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ട്. മെട്രോമാൻ എന്ന ഇമേജ് ഉപയോഗിച്ച് താങ്കൾ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് നാട്ടുകാർ വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് സംസ്ഥാന സർക്കാർ താങ്കളെ കൊണ്ട് ഇത്തരത്തിൽ ഒരു ബദൽ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. കേരളത്തിന്റെ വികസനം തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തോട് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട E ശ്രീധരൻ കേരളത്തിന്റെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഇത്ര നാളുണ്ടായിരുന്ന ബഹുമാനം തകർത്ത് കളയുന്ന രീതിയിൽ ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കരുത്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്.
സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാടക്കത്തറ പഞ്ചായത്തിലെ വെള്ളാനിക്കര കശുമാവ് മൂലയിൽ പുതിയതായി സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സ്ഥലം MLA കൂടിയായ കെ രാജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക ചിലവഴിച്ചാണ് ലൈറ്റിന്റെ നിർമ്മാണം നടത്തിയത്. മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വാർഡ് മെമ്പർ സോഫി സോജൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഞങ്ങളെ കണ്ടാലും നനഞ്ഞ് കാല് പിടിച്ച് ഫണ്ട് മേടിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും അദ്ദേഹം കാണിച്ചിട്ടില്ല. അതിന്റെ ഗുണം നമ്മുടെ വാർഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എടുത്ത് പരിശോധിച്ച് അറിയാം. ഈ അവസാന കാലത്ത് തന്നെ മലയാള നഗർ, അതുപോലെ വില്ലേജ് ഓഫീസ് റോഡ്, NS റോഡ് തുടങ്ങി കശുമാവ് റോഡ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട റോഡുകളുടെ വലിയൊരു വിഹിതം വാങ്ങിയിട്ടുള്ളൊരു മെമ്പറാണ്. ഫണ്ട് വാങ്ങുന്ന കാര്യത്തിൽ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് നല്ല നയത്തിലൊക്കെ പെരുമാറും. അത് കഴിയുമ്പോൾ നമ്മൾ ചവിട്ടി പുറത്താക്കുന്ന സ്വഭാവം കൂടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ലൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. അതിനുശേഷം മന്ത്രി നമ്മുടെ ഇന്നിലേക്ക് സംസാരിക്കും. എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഓൺ ചെയ്യാം. ഇന്നിലേക്ക് സംസാരിക്കും. മെമ്പർ, മറ്റു സുഹൃത്തുക്കളെ, നമ്മുടെ പഞ്ചായത്തിൽ രണ്ടാമതായിട്ട് വന്നിട്ടുള്ള റോഡാണ് നമ്മുടെ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ചെറുക്കേക്കോട് മണ്ണുത്തി റോഡ്. അതുകൂടാതെ മന്ത്രി അനുവദിച്ചൊരു ഫണ്ടാണ് നമുക്ക് ടെൻസ് കുടിവെള്ള പദ്ധതി. നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. ടെൻസ് കുടിവെള്ള പദ്ധതിക്ക് 43 ലക്ഷത്തോളം അനുവദിച്ച് നല്ല രീതിയിൽ തന്നെ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ മാറുന്ന ലോകവും കേരളവും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. EMS സ്മൃതി CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. പ്രകാശ് കാരാട്ട്, U വാസുകി, തോമസ് ഐസക്, ഡോക്ടർ KP അരവിന്ദൻ, ഡോക്ടർ അൻവർ സാദത്ത്, പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഡോക്ടർ ബിജു P അലക്സ്, പ്രൊഫസർ പ്രഭാത് പട്നായിക്, KN ബാലഗോപാൽ, MV ഗോവിന്ദൻ മാസ്റ്റർ, ബിനോയ് വിശ്വം, സുനിൽ P ഇളയിടം എന്നിവർ സംസാരിക്കും. K രാധാകൃഷ്ണൻ MP, KV അബ്ദുൾ ഖാദർ, ഡോക്ടർ MN സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് തിരുവനന്തപുരത്ത് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരള നോളജ് ഇക്കോണമി മിഷൻ KKEM കീഴിൽ വരുന്ന KDISC പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി കോഴ്സിനായി അപേക്ഷിക്കുന്നവരിൽ നിന്നും യോഗ്യതയുള്ള വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. താൽപര്യമുള്ളവർ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഡിവിഷനുമായി ബന്ധപ്പെടുക. അവസാന തീയതി ജൂൺ 20 കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8547720167. സർക്കാർ സ്ഥാപനമായ IHRDയുടെ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 സയൻസ് ഗ്രൂപ്പിൽ ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ് എന്നീ ഗ്രൂപ്പുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ ഹാജരാവുക. ഫോൺ നമ്പർ 9496217535. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന
ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. +2 അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിൽ മികവ് പുലർത്തുന്നവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള സേവനങ്ങൾ എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്തുള്ള ഏജൻസികളുടെ സഹകരണത്തോടെ ലഭിക്കും. ഡയറക്ടർ, സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ, നന്ദാവനം, വികാസ് ഭവൻ, PO തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ അപേക്ഷിക്കാം. ജൂൺ 20 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9846033001. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ബിന്ദുസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ബിന്ദുസ്, അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ കോർപ്പറേഷൻ വെസ്റ്റ് ഫോർട്ട് അച്യുതമേനോൻ റോഡിൽ ഫുട്പാത്ത് കയ്യേറിക്കൊണ്ട് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. കൌൺസിലർമാരായ ഡോക്ടർ വി ആതിര, N പ്രസാദ്, നിജി KG, രാധിക NV, BJP മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ മീഡിയ കൺവീനർ ദിനേശ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മുരളീനാഥ്, കൃഷ്ണമോഹൻ എന്നിവർ പ്രസംഗിച്ചു. വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് ഹാരിഷ്, ബിനീഷ്, കാനാട്ടുകര ഡിവിഷൻ കൌൺസിലർ സുധീഷ് കുമാർ, മിനി രാജീവ്, രേഖ നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 12 മുതൽ കേരളത്തിൽ കാലവർഷം സജീവമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജൂൺ 12 മുതൽ കാലവർഷം വീണ്ടും സജീവമാകുമെന്നും ഇതിന്റെ ഭാഗമായി എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ വടക്കാഞ്ചേരി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവുകൾ തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പുഴയുടെ തീരത്തുള്ളവർ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അറിയിച്ചുകൊണ്ട് 51.42 മീറ്ററുള്ള ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് വാൽവുകൾ തുറന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നടത്തറ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ പുതിയ വകഭേദം XFG വ്യാപിക്കുന്നു. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജിയോ സണ്ണി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മാറുന്ന ലോകവും കേരളവും എന്ന വിഷയത്തിൽ റീജിയണൽ തിയേറ്ററിൽ EMS സ്മൃതി ദേശീയ സെമിനാർ ജൂൺ 13-14 തീയതികളിൽ നടത്തുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.